നമ്മുടെ ഷാജി പാപ്പൻ പറയുന്നത് പോലെ ഇത്രയും ഗതികെട്ട മത്സരാർത്ഥികൾ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം ഗസ്റ്റായിട്ട് വന്നവർ ഇന്നലത്തെ എപ്പിസോഡിൽ സത്യത്തിൽ വന്നിരുന്ന അറഞ്ചം പുറഞ്ചം തേച്ചൊട്ടിച്ചളഞ്ഞ് സത്യം. എന്നിട്ട് അവർ ഇളിച്ചോണ്ടിരിക്കുന്ന അവിടെ അവരുടെ സീസണെ നിങ്ങളെ വന്ന് തേച്ചൊട്ടിച്ചിട്ട് പോയത്. നിങ്ങളെ സത്യത്തിൽ സീനിയേഴ്സ് വന്ന് റാഗ് ചെയ്തിട്ട് പോയിട്ട് പോലും നിങ്ങൾ അറിഞ്ഞില്ല എന്നുള്ളതാണ് കോമഡി. ലാലേട്ടൻ്റെ മുന്നിട്ട് നിങ്ങളെ അറഞ്ചം പുറഞ്ചം റാഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതുപോട്ടെ, സാബു ആണെങ്കിലും അതുപോലെ തന്നെ ശ്വേത ആണെങ്കിലും പറഞ്ഞ കുറെ കാര്യങ്ങൾ പല മത്സരാർത്ഥികളെയും ഉയർത്തിക്കൊണ്ടുവരാൻ, കുറച്ചും കൂടെ മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഒരു നന്മമരം കളിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ അകത്തുനിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കെട്ടിപ്പിടിക്കലുകളും വാഴ്ത്തലുകളും പുഴത്തലുകളും ഒക്കെ നടത്തിയിട്ട് പുറത്തിറങ്ങിയിട്ട് അവരെ മൊത്തം അങ്ങ് വെറുതെ ആക്ഷേപിച്ച് ഇല്ലാണ്ടാക്കിയത് പോലെയാണ് എനിക്ക് ഇന്നലെ തോന്നിയത്. അകത്ത് വെച്ച് ഭയങ്കര സ്നേഹപ്രകടനമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അകത്ത് വെച്ച് മുഖത്ത് നോക്കി അങ്ങ് പറയണമായിരുന്നു എന്തുവാടെ ഈ കാണിക്കുന്നതെന്ന്. പച്ചയ്ക്ക് പറഞ്ഞ് അവിടെ തീർത്തിട്ട് പോകണമായിരുന്നു. എന്നിട്ട് അത് തന്നെ പുറത്തിറങ്ങി പറഞ്ഞാൽ അതിനകത്ത് അതൊരു രസമാണ് കാണാൻ. ഇപ്പം അകത്തും പുറത്തും നമുക്ക് ഒരു നിലപാടായിരുന്നെങ്കിൽ അത് കാണാനും കേൾക്കാനും രസമുണ്ട്, അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതുമായിരിക്കും. ഇത് അകത്ത് വെച്ച് സത്യത്തിൽ സാബുവിൻ്റെയും ശ്വേതയുടെയും ഒക്കെ സംസാരവും വാക്കുകളൊക്കെ കഴിഞ്ഞപ്പോൾ മുത്തിങ്ങനെ പൊഴിഞ്ഞ് വീഴുന്ന കണ്ടടാ ഞാൻ. സത്യമായിട്ടും സാബുവിൻ്റെ ചിരിയൊക്കെ കണ്ടപ്പോൾ അതിനകത്ത് വജ്രങ്ങളും വൈദൂര്യങ്ങളും ഒക്കെ വീഴുന്നതായിട്ട് അകത്തിരുന്ന മത്സരാർത്ഥികൾക്കും തോന്നിക്കാണും. ശ്വേതയുടെ പുഞ്ചിരിയിൽ 1000 സൂര്യൻ ഉദിച്ചു നിൽക്കുന്നതായിട്ട് അവർ മനസ്സിൽ കണ്ടു കാണും. പക്ഷെ പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് തേച്ചൊട്ടിക്കാൻ വേണ്ടി വന്നിട്ട് പോയതാണെന്ന്. എന്തായാലും ഗതികെട്ട മത്സരാർത്ഥികളാണ്, പറയാതിരിക്കാൻ വയ്യ. ഗസ്റ്റായിട്ട് വന്നവർ വരെ പുറത്തിറങ്ങി തേച്ചൊട്ടിച്ചിട്ട് പോയി. പക്ഷെ ഇവർക്ക് ഇത് അകത്ത് പറയാമായിരുന്നു. ഇത് ഇറങ്ങുന്നതിന് മുമ്പ് ഇന്നതാണ് നിങ്ങൾ, ഇന്ന കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന ആ നീരസം അവിടെ വെച്ച് നിങ്ങളത് കാണിച്ചിട്ട് ഇറങ്ങണമായിരുന്നു. എങ്കിൽ അത് ഹീറോയിസം തന്നെയാണ്. നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് ആ നിലപാടെടുക്കണം. ഇതിപ്പോൾ എന്ത് പറ്റിയെന്നറിയോ, നിങ്ങൾ അകത്ത് വെച്ച് വലിയ നന്മ മരങ്ങളായിട്ട് പൂത്തൊലഞ്ഞ് കായ്ച്ച് കൊലച്ചൊക്കെ നിന്നിട്ട് വെളിയിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ ഒരുമാതിരി നിലപാടില്ലാത്തവരായിപ്പോയെന്നാണ് പല പ്രേക്ഷകരും പറയുന്നത്. അത് പോട്ടെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.